ഹായ് അസ്സാം വലൈക്കും. ഒരു വെറൈറ്റി ഫ്ലേവറിൽ ചിക്കൻ ഡിഷ് റെഡിയാക്കി നോക്കിയതാണ്. സംഭവം നല്ല സൂപ്പറാണെന്ന് തോന്നിയപ്പോൾ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചേ. ഇതൊരു അറബിക് ഫുഡാണ്. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം ചേർത്തിട്ട് അധികം സ്പൈസി ഒന്നും അല്ലാത്തൊരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള, അതിനേക്കാളും കൂടുതൽ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ചിക്കൻ ഡിഷാണ്. അപ്പോൾ നമുക്കിത് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇപ്പോൾ എങ്ങനെ അത് റെഡിയാക്കി എടുക്കുക എന്നുള്ളത് നോക്കാം. മൊലോക്കിയ ലീവ്സ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഡിഷിന് നല്ല ഗ്രീൻ കളർ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഫ്രോസൺ ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഫ്രോസൺ മൊലോക്കിയ ലീവ്സ് വെച്ചിട്ടാണ് ഇന്നത്തെ ഈ ഒരു ഡിഷ് റെഡിയാക്കി എടുക്കുന്നത്. ഈ ഒരു ഡിഷ് ഞാൻ പുറത്തുനിന്ന് കഴിച്ചപ്പോൾ എനിക്ക് നല്ല എൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ നല്ല ടേസ്റ്റായിട്ട് തോന്നി. അപ്പോൾ ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്നുള്ളത് വിചാരിച്ച് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ചെറിയൊരു പോർഷനാണ് ഇന്ന് ചെയ്യുന്നത്. അതിനായിട്ടൊരു മീഡിയം സൈസിലുള്ളൊരു സവാള എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ചൊരു 10-12 അല്ലി വെള്ളുള്ളിയാണ്. വെള്ളുള്ളി കുറച്ച് അധികം തന്നെ വേണം. അപ്പോൾ ഇവിടെ കുറച്ച് വലിയ വെള്ളുള്ളി തന്നെ കിട്ടിയതുകൊണ്ട് ഞാനത് നന്നായിട്ട് പൊടിയായിട്ട് അരിഞ്ഞെടുക്കുകയാണ്. അതുപോലെ തന്നെ നമുക്ക് സവാളയും പൊടിയായിട്ട് തന്നെ അരിഞ്ഞെടുക്കണം. അപ്പോൾ ഞാൻ ഇവിടെ ഇപ്പോൾ ഒരു വിത്ത് ബോണോട് കൂടിയിട്ടുള്ള തന്നെ ചെറിയ ചെറിയ പീസസ് ആക്കി എടുത്താൽ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഒരു പാന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഞാൻ 1 ടേബിൾ സ്പൂണ് ഒലിവ് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായി ചൂടായി വന്നതിലേക്ക് നമുക്ക് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഗാർലിക് ഇട്ട് കൊടുക്കാം. ഗാർലിക് കൂടെ റെഡിയായി വരുന്നുണ്ട്. അതേ സമയം നമുക്ക് ഫൈൻ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഓണിയനും കൂടെ ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് തന്നെ പൊടിയായിട്ട് തന്നെ അരിഞ്ഞെടുക്കണേ. ഇത് നന്നായിട്ട് തന്നെ ഒന്ന് കുക്കായി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ചേർത്തിട്ടുള്ള ഗാർലിക് ഓണിയനൊക്കെ നന്നായിട്ട് തന്നെ ഷോർട്ടായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് എടുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്തിട്ട്, ഞാനിപ്പോൾ വിത്ത് ബോണുള്ള തന്നെ എടുത്തത്. ബോൺലെസ് ചിക്കൻ വെച്ചിട്ടും ചെയ്യാൻ പറ്റും. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചെറിയ ചെറിയ പീസസ് ആക്കി എടുക്കണമെന്ന് ചിക്കൻ കേട്ടോ. നന്നായിട്ട് തന്നെ ഒന്നുകൂടെ ഒന്ന് ഷോർട്ട് ചെയ്ത് കൊടുക്കാം. കുറച്ച് ചിക്കൻ ഈ ഒരു ഓണിയൻ ഗാർലിക്കിൻ്റെ ഈ ഒരു ഇതിൽ തന്നെ മിക്സിയിൽ കിടന്നിട്ട് ഒന്ന് കുക്കായി വെച്ച് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഉപ്പ് കുറച്ച് ചേർത്താൽ മതി, കാരണം ഞാനതിലേക്കൊരു മാഗി ക്യൂബും കൂടെ ചേർക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി. ഇതിലേക്ക് എരിവിന് ആവശ്യമുള്ള പെപ്പറാണ് ഇട്ട് കൊടുക്കുന്നത്. പെപ്പറിൻ്റെ ഒരു എരിവ് മാത്രമേ ഇതിൽ വരുന്നുള്ളൂ കേട്ടോ. എരിവിന് ആവശ്യമുള്ള പെപ്പറും കൂടെ ചേർത്ത് കൊടുക്കുക. കൊണ്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നമുക്കിത് കുറച്ച് സമയം ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ചിക്കനൊക്കെ കുക്കായി വരുന്നുണ്ട്. നമ്മളൊന്ന് ചൂടായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കുറച്ച് സമയം കൂടെ ഒന്ന് അടച്ച് വെച്ച് വേവിക്കും. ഇന്നത്തോടെ ചിക്കനൊക്കെ കുക്കായി വന്നിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഇനി മൊലോക്കിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതായത് ഫ്രോസണാണ്, ഞാൻ ഫ്രോസണാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇത് ജസ്റ്റ് അത് മിക്സ് ചെയ്ത് മാത്രമാണ്. അത് മൊലോക്കിയ ലീഫ് എന്താ പറയുക, മിക്സ് ചെയ്തിട്ട് മാത്രമാണ്. വേറെ പ്രിസർവേറ്റീവോ ഒന്നും അതിൽ ചേർത്തതായിട്ട് ആഡഡ് ആയിട്ടുള്ളതോ ഒന്നും അവർ പറയുന്നില്ല. ഇത് കുറച്ചൊന്ന് തണുപ്പൊട്ട് വരാനായിട്ട് അത് ചേർത്തിട്ട് നമ്മൾ കുറച്ച് സമയം ഒന്ന് അടച്ച് വെക്കുക. അതിൻ്റെ ഒന്ന് ആ ഒരു ഫ്രോസൺ ഒന്ന് വിട്ട് വരും. ഞാനിപ്പോൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ഒരു 400 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റായിരുന്നു. അതിൻ്റെ ഒരു 1/2 200 ഗ്രാം ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്.
മൊലോക്കിയ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. കാണാനൊക്കെ പെർഫെക്റ്റ് ആയിരുന്നു. വയറ് തന്നെ ആയിരുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കഴിച്ച സമയത്ത് കണ്ടതും ഇങ്ങനെ തന്നെ ആയിരുന്നു. ഇങ്ങനെ ചിക്കൻ്റെ പീസസ് ഒന്നും കാണില്ലായിരുന്നു. ഈ ഒരു ഗ്രീൻ കളർ തന്നെ ആയിരുന്നു കൂടുതലായിട്ട് മേലെ കണ്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഈസി ആയിട്ട് തന്നെ നമ്മൾ മൊലോക്കിയ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഓവറായിട്ട് സ്പൈസസോ മസാലകളോ ഒന്നും ചേർക്കാത്ത ഈ ഒരു ഹെൽത്തി ഡിഷ് വെറൈറ്റി ഇഷ്ടപ്പെടുന്നവർക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പി തന്നെയാണ്.